അമ്മേ, എന്തുവാ അമ്മേ ഇത്? ഏടത്തിയമ്മ വെച്ചതൊരു കറിയാ. അതെങ്ങനെയാ അമ്മ കഴിക്കുന്നേ? ആ കറിയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാ അമ്മ ചോറുണ്ണുന്നത്? അതൊക്കെ ഒരു കറിയാ. എന്തോന്ന് ചെയ്യാനാ മോളെ, എൻ്റെ ഒരു തലയിലെത്തി, അല്ലാണ്ട് എന്ത് പറയാൻ. പിന്നെ എന്താ അമ്മേ, ആ ഉച്ചക്ക് വെച്ചത് ബിരിയാണിയാ. അത് ബിരിയാണി പോലെ ഉണ്ട്. അത് എന്തോ കഞ്ഞി എടുത്തിട്ട് തന്നത് പോലെ ഉണ്ട്. എന്തത്? ഹോ, വല്ലാത്തൊരു ബിരിയാണി തന്നെ അത്. അതൊന്ന് കഴിക്കാൻ പറ്റ പാടേ. ഇങ്ങനെയാണോ ഒരു ബിരിയാണിയൊക്കെ വെക്കുന്നത്? എന്തോന്ന് പറയുന്നത്? ഞാൻ വെച്ച ബിരിയാണി കഞ്ഞി മാതിരി ഉണ്ടായിരുന്നോ? രണ്ടുപേരും മൂക്കുമുട്ട വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. മൂക്കുമുട്ട കഴിക്കുമ്പോ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ വലിയ പുറകെ നിന്നിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റം പറയാൻ ഇവറ്റോക്കുള്ള അത്ര നാക്ക്. പിന്നെ അത് മാത്രയാ, പിന്നെ അവരുടെ കയ്യിൽ ഒരു ഫോണില്ലേ, അത് 24 മണിക്കൂർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന, വേറെ ഒരു പണിയില്ല അവൾക്ക്. ആ ഫോൺ എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കണം അമ്മേ. ഏട്ടനോട് പറയണം ആദ്യം ഫോൺ എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിൽക്കും അവളുടെ ഈ കളിയൊക്കെ. ഇവരിത് എന്തോന്നായി പറയുന്നേ? ഞാനില്ലാന്ന് വിചാരിച്ചിട്ടേ എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ തന്നെയല്ലേ ഇവിടെയുള്ള എല്ലാ ജോലിയും തീർക്കുന്നേ, എന്നിട്ടും ഇവരെന്നെ പറ്റിയിട്ട് കുറ്റം പറയാണോ? ഇവർ കഴിച്ച ഈ പാത്രം വരെ ഞാൻ കഴിക്കുന്നത്, എന്നിട്ടും എന്നെ പറ്റിയിട്ട് കുറ്റം പറയാൻ ഇവറ്റൊക്കെ 100 നാക്കാം. നിക്ക്, ഞാനിപ്പം കാണിച്ചു തരാവേ നിങ്ങൾക്ക്. നിക്കവിടെ. അമ്മേ, ഏടത്തിയമ്മേ, എന്തായി? നിങ്ങൾക്കേ 100 ആയുസ്. നിങ്ങളെ പറ്റിയിട്ടേ ഞങ്ങളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിട്ടേ നാക്കങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അമ്മ പറയുമായിരുന്നേ എല്ലാ ജോലിയും ഏടത്തിയമ്മ തന്നെ ഒറ്റക്ക് ചെയ്യുവാന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ നിങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതെയാ, നിങ്ങൾ എന്നെ പറ്റിയിട്ട് നല്ലത് പറയുമായിരുന്നോ? അത് ശരി. നിങ്ങളെന്നെ പറ്റിയിട്ടേ നല്ലത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും എൻ്റെ അമ്മയോടെ നിങ്ങളെ പറ്റിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാവേ.